ഡയറി എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഈ ഡയറി എഴുതുന്ന എത്ര പേരുണ്ട്? കുറേ പേരുണ്ട് ഡയറി എഴുതുന്നവർ. അതൊരു നല്ല ശീലമാണ്. ഇത് നമ്മൾ കുഞ്ഞു നാളിലോട്ട് പഠിക്കുന്നുണ്ട്. നമുക്ക് പഠിക്കാനോ നമ്മുടെ പരീക്ഷയ്ക്ക് എഴുതാനും ഒക്കെ വരും. ഇംഗ്ലീഷിലും ഹിന്ദിയിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ചോദിക്കാറുണ്ട്. ഭാഷയാകുമ്പോൾ ചിലപ്പോൾ ഹിന്ദിയിലും അവരുടെ ഇതിലും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഉണ്ട് ഹിന്ദിയിലും ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇതെന്തിനാണ് ഈ ഡയറി എന്ന് പറയുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാണ് കുട്ടികൾക്ക് അങ്ങനെ ഒരെണ്ണം എഴുതാനായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെ കൊടുത്തിരിക്കുന്നത്? അത് നമ്മുടെ ജീവിതത്തിലൊരു വലിയൊരു കാര്യമാണ്. അതായത് പലപ്പോഴും നമുക്ക് ഒരു ദിവസം ഈ ഡയറി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ എഴുന്നേൽക്കുന്ന ആ സമയം മുതൽ നമ്മൾ അന്നേ ദിവസം ഉറങ്ങുന്ന സമയം വരെ നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു. അത് സന്തോഷമാവാം. ഇപ്പോൾ ഇത് ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് ഞാൻ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന അതേ മെത്തേഡിലാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി നമ്മൾ എപ്പോഴാണോ ഉറങ്ങുന്നത് ആ സമയം വരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സുഖവും ദുഃഖവും എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിലുണ്ടായ അത്രയും നേരം നമ്മൾ നേരിട്ട ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് സമയം ഓർമ്മയുണ്ടെങ്കിൽ സമയം എഴുതാം. ഏകദേശ സമയമൊക്കെ അറിയാവുന്നവരൊക്കെ കാണും. അത് നമ്മളൊരാളോട് സംസാരിച്ച കാര്യമാവാം, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴുള്ള കാര്യമാവാം, എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതോ ഓർത്തെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡയറിയിൽ എഴുതാം. അങ്ങനെ ഡയറി എഴുതുന്നതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ചില സംഭവങ്ങൾ എന്ന് നടന്നു എന്നുള്ള ഇത് നമുക്ക് പിന്നീട് ആവശ്യമായി വന്നാൽ തീർച്ചയായിട്ടും ഡയറി എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അത് ഇന്ന ദിവസമായിരുന്നു. പിന്നെ വലിയൊരു റിലാക്സേഷനും കൂടിയാണ് ഡയറി എഴുതുന്നത്. ചിലർക്ക് ഇപ്പോൾ അന്നത്തെ കാര്യങ്ങളൊക്കെ മറ്റുള്ള ഒരാളോട് ഷെയർ ചെയ്യുന്നത് ഇഷ്ടമുള്ള ആളായിരിക്കും. പക്ഷേ നമുക്കങ്ങനെ ഒരാളിനെ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോകുമ്പോഴൊക്കെ ലഭിക്കാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ നമ്മൾ മറ്റൊരാളോട് പറയുന്ന അതേ ഒരു പ്രതീതി ഉണ്ടാവും. കാരണം നമ്മൾ ഒരാളോട് പറയുന്ന രീതിയിലായിരിക്കും മിക്കവാറും നമ്മൾ ഡയറിയിലേക്ക് എഴുതുന്നത്. ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റായിരുന്നു. അപ്പോൾ നമ്മൾ ഒരാളോട് കഥ സംസാരിക്കുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ 7:30 ആയപ്പോഴാണ് എഴുന്നേറ്റത്, എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പല്ല് തേച്ചു, അങ്ങനെ നമ്മളങ്ങോട്ട് കഥ പറയുന്ന പോലെ പറയത്തില്ലേ, അതേപോലെ ആയിരിക്കും നമ്മൾ ഡയറി എഴുതുമ്പോഴും. ഇന്നാണെങ്കിൽ അങ്ങോട്ട് ഞങ്ങൾ ബസ്സിന് പോയപ്പോൾ എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ അതുപോലെ ആയിരിക്കും. അപ്പം നമ്മൾ മറ്റൊരാളോട് പറയുന്ന രീതി, ആ രീതി മിക്കവാറും അതേപോലെ ആയിരിക്കും നമ്മൾ ഡയറി എഴുതുമ്പോഴും. മനസ്സിലായോ? അപ്പം നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറച്ച് ഫീലിങ്സുകളൊക്കെ മോശമായ ഫീലിങ്സ്, നെഗറ്റീവുകൾ പലതും ഇല്ലാണ്ടാവും. അതായത് നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആവുന്നു, അതേ ഫീലിംഗ് തന്നെ നമ്മൾ ഡയറിയിലേക്ക് എഴുതുമ്പോഴും ഉണ്ടാവും. പിന്നീട് നമുക്ക് പല രീതിയിലും അത് പ്രയോജനവും ചെയ്യും. നമുക്ക് വിഷമമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഡയറിയിൽ എഴുതും. നമ്മളൊരാളോട് നമ്മുടെ വിഷമം പങ്കുവയ്ക്കുമ്പം നമുക്ക് അതിനൊരാശ്വാസം കിട്ടത്തില്ലേ, അതേപോലെ തന്നെ നമുക്കത് ഡയറിയിലേക്ക് എഴുതി വയ്ക്കുമ്പോഴും നമ്മുടെ മനസ്സിന് നല്ല ഒരു ആശ്വാസം കിട്ടും. പിന്നെ സേഫാണല്ലോ അല്ലേ? ആരെങ്കിലും എടുത്ത് വായിക്കാത്ത രീതിയിൽ ഡയറി സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും മറ്റുള്ളവരറിയരുത് എന്ന് കരുതുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊരിക്കലും സേഫല്ല. അതിപ്പോൾ ഏത് നിമിഷവും പരസ്യമാവും. പക്ഷേ ഡയറിയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ എഴുതി വയ്ക്കുകയാണ്. ഒരാൾ നമ്മുടെ ഡയറി എടുത്ത് വായിച്ചാൽ തന്നെയും നമ്മൾ എന്നത് എഴുതിയിരിക്കുന്നു എന്നൊക്കെ അവർക്ക് മനസ്സിലാവില്ല. ഏത് പേജിൽ എഴുതിയിരിക്കുന്നു, എത്രാം തീയതിയാണത്, നമ്മളത് മുഴുവൻ വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എവിടത്തേക്ക് എന്തൊക്കെയാണെന്ന് ആ വായിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ അല്ലേ? അതൊക്കെ താമസമുള്ള കാര്യമാണ് വായിച്ചെടുക്കുക എന്ന് പറയുന്നത്. പക്ഷെ മറ്റുള്ളവരോട് പറയുന്ന കാര്യം അതൊന്നും സ്പ്രെഡായി പോകാൻ അധികം സമയം വേണ്ട. അപ്പം
നമുക്ക് പ്രത്യേകിച്ച് ആരോടും സംസാരിക്കാനില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡയറി എഴുതുന്നത് വളരെയധികം ഉപകാരം ചെയ്യും. എന്താണ് നമ്മൾ പ്ലേസ് എന്നുള്ളത് നമുക്ക് സ്ഥിരം ഒരു പ്ലേസ് എന്നുള്ളതാണെങ്കിൽ ഓക്കെ, എങ്കിലും തുടക്കത്തിൽ നമ്മളത് പ്ലേസ് എഴുതുക, ഡേറ്റ് എഴുതുക, ടൈം എഴുതുക, അല്ലേ? അങ്ങനെയൊക്കെ എഴുതി പോവുകയാണെങ്കിൽ അതൊരു അടുക്കും ചിട്ടയും ആകും. നമുക്ക് ഭാവിയിലും പ്രയോജനം ചെയ്യും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഡയറി. അതിൽ ഉപരിയായിട്ട് നമ്മുടെ മനസ്സിനെ റിലാക്സ് ആക്കാനും ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഡയറി. അതുകൊണ്ട് ഡയറി എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് എഴുതാം. പിന്നെ എനിക്ക് ഡയറി തന്നെ വേണം, അയ്യോ ഡയറി എൻ്റെ കയ്യിലില്ലല്ലോ എന്ന് വെച്ചാൽ നമുക്കൊരു ബുക്ക് വാങ്ങിക്കാം. വലിയൊരു ബുക്കൊക്കെ വാങ്ങിച്ച് അതിലേക്ക് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ.